എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ പിതാക്കന്മാർക്കും മാതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വിശേഷാൽ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അഹോരാത്രം അധ്വാനിക്കുന്ന ബഹുമാന്യ കർത്തൃദാസന്മാരായ ഏവർക്കും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സംഗീത ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന പ്രിയ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. നിങ്ങളോട് ചേർന്ന് ഇവിടെ നടക്കുന്ന ഈ ആരാധനയിൽ യേശു ക്രിസ്തുവിൻ്റെ വിളംബരവുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കാൻ ഇങ്ങനെ ഒരവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ ആത്മീക ശുശ്രൂഷകളിലേക്ക് എന്നെ കൂടെ ക്ഷണിച്ച് ശുശ്രൂഷകൾക്ക് സ്വതന്ത്രമായി അവസരങ്ങളൊരുക്കുന്ന ബഹുമാന്യ കർത്തൃദാസനോട് സഭയുടെ മുൻനിര പ്രവർത്തകരായ എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഈ പ്രഥമ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അത് അനുഭവിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. ആ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവർ ആ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാ തരങ്ങളും ഒന്ന് തുറന്ന് എല്ലാവരുടെയും ശബ്ദം ഈ ആരാധനയിൽ മുഴങ്ങട്ടെ. പ്രിയരെ, ഈ ആരാധന ദൈവമക്കൾക്ക് അപമാനമല്ല, ആരാധന ദൈവമക്കൾക്ക് അഭിമാനമാണ്. അഭിമാനം പ്രാപിച്ച ദൈവമക്കളാണ് ഇന്ന് രാത്രിയിലും ഇവിടെ വന്നിട്ടുള്ളത്. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തിന് ആരാധന കൊടുക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലൂടെ നടന്നു തുടങ്ങുകയാണ്. അത് അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് അധരം തുറക്കാതിരിക്കാൻ പറ്റില്ല. ഇന്നലകളിൽ അത് അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയില്ല. അവരാ അധരമൊക്കെ തുറന്ന് ശബ്ദമൊക്കെ ഉയർത്തി അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിച്ചാട്ട് 2026 മാസം പ്രഥമ ദിവസമാണ് നാം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. ഈ ആരാധന യോഗത്തിൽ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ മേലാലും നടത്താൻ ശക്തനായ കർത്താവിന് എത്ര നന്ദി പറഞ്ഞാൽ എത്രയെത്ര സ്തുതിച്ചാലും മതിയാകില്ല. ആത്മനിയോഗം അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് ആരും പറയാതെ അറിയാം. പ്രിയരെ, ഓ നിങ്ങളുടെ ശബ്ദമുയർത്തി അന്യഭാഷയിൽ ആമേൻ ദൈവത്തോട് സംസാരിക്കാൻ നിയോഗമുള്ളവർ അധരം തുറക്കുക, അന്യഭാഷ പറഞ്ഞ് ദൈവത്തിന് ആരാധന കൊടുക്കുക. കരമടിക്കാൻ നിയോഗമുള്ളവർ കരമടിച്ച് ശബ്ദമുയർത്തി ദൈവത്തിന് സ്തുതി. കരത്തിന് ആരോഗ്യമുള്ളവർ, ശബ്ദത്തിന് ബലമുള്ളവർ കരമടിച്ച് ശബ്ദമുയർത്തി. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ജീസസ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. ശക്തിയോടെ ഹല്ലേലൂയ, ബലത്തോടെ ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. കർത്താവ് നമ്മളെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകൾ വളരെ ആത്മനിയോഗത്തോടെ നിർവഹിക്കാൻ ദൈവത്താൽ ഈ സ്ഥലത്താക്കിയിട്ടുള്ള ബഹുമാന്യ കർത്തൃദാസൻ, അദ്ദേഹത്തിൻ്റെ കുടുംബം, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഹാളിൽ നടന്ന സുവിശേഷ യോഗത്തിൽ അദ്ദേഹത്തോടൊരുമിച്ച് ഈ ആത്മീക സമ്മേളനത്തിലായിരിക്കാൻ കർത്താവ് അവസരം തന്നിരുന്നു. ഇന്ന് രാത്രിയിലും കർത്തൃദാസനോട് ഒരുമിച്ച് ഈ ആരാധനയിൽ പങ്കാളിയാവാൻ അവസരം ലഭിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ആ ബഹുമാന്യ കർത്തൃദാസനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അവരുടെ ശുശ്രൂഷകളെയും ഈ സഭയെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വേദയിലും സദസ്സിലും കർത്തൃദാസന്മാരുടെ സാന്നിധ്യമുണ്ടല്ലോ, അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏവരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഞാൻ ആമേൻ ജ്യേഷ്ഠതുല്യം സ്നേഹിക്കുന്ന ബഹുമാന്യ പ്രിയപ്പെട്ട ആമേൻ ഞങ്ങളൊക്കെ സണ്ണിച്ചായൻ എന്ന് വിളിക്കുന്ന ജോൺസ് ചായനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ആ പ്രിയപ്പെട്ട ജോൺസ് ചായൻ പ്രാർത്ഥിച്ചപ്പോൾ ചില നാളുകൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു ആത്മീക കൂട്ടായ്മയിൽ ഈ രാജ്യത്തായിരിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ജോൺസ് ചായൻ്റെ മാതൃസഭയിൽ ആമേൻ എനിക്ക് സഭാ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. ആ കുടുംബം ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ട കുടുംബമാണ്. അവരെ ഓർത്ത് ധാരാളം ആവർത്തി പ്രാർത്ഥിക്കാനൊക്കെ കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. ആ പ്രിയ കർത്തൃദാസനെയും കുടുംബത്തെയും ആമേൻ കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഏറെ സ്നേഹമുള്ള പ്രിയ മിനിയാൻറ്റി ഇന്ന് രാത്രിയിലും ഈ യോഗത്തിൽ വന്നിട്ടുണ്ട്. ആമേൻ. ആ പ്രിയപ്പെട്ട മിനിയാൻറ്റി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബവുമായിട്ടും എനിക്ക് നല്ലൊരു ആത്മബന്ധം കർത്താവ് കൃപയാൽ നൽകിയിട്ടുണ്ട്. ആ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾക്കൊരു സന്തോഷമൊന്നും ഇല്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സന്തോഷമുള്ളവരെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ശക്തിയോടെ ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എവിടെ പ്രസംഗിച്ചാലും ഞങ്ങളുടെ ശബ്ദത്തിന് ഉള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്ന സഹോദരന്മാരെ ഒന്ന് ഒരു വാക്ക് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. നിങ്ങളവിടെ ഇരുന്ന് അഭ്യാസം കാണിച്ചാൽ ഞങ്ങളുടെ ശബ്ദം കുറയുകയും കൂടുകയും ഒക്കെ ചെയ്യും. നിങ്ങളുടെ സഹകരണത്തിന് പ്രത്യേകം നന്ദി. ആമേൻ. ഇച്ചിരി ശബ്ദം കൂടിപ്പോയാലും നിങ്ങൾ അവിടെ ഇരുന്ന് കുറയ്ക്കരുത്. ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ അലഞ്ഞ് നടന്ന് പ്രസംഗിച്ച് വരികയാണ്. ഒത്തിരി ശബ്ദം എടുക്കില്ല. ശാന്തമായിട്ട് ഇവിടെ നിന്ന് ചില കാര്യങ്ങളൊന്ന് ഓർപ്പിച്ച് ദൈവദാസൻ പറഞ്ഞ സമയത്തിനകത്ത് തന്നെ യോഗ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ യോഗങ്ങളൊക്കെ ഒത്തിരി ലേറ്റായിട്ടാണ് തീർന്നത്. അതുകൊണ്ട് ഞാൻ ദൈവദാസനോട് സമയം ചോദിച്ചിട്ടുണ്ട്. സമയത്തിനകത്ത് തന്നെ നമുക്കങ്ങ് അവസാനിപ്പിച്ചേക്കാം. നമ്മളിന്ന് രാത്രി ധ്യാനിക്കാൻ പോകുന്ന വേദവചനം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ദൈവവചനം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. വേദപുസ്തകം തുറക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങളത് മുന്നിട്ട് ചെയ്യുകയാണ്. എന്തായാലും നിങ്ങളെന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിന്ന് രാത്രി ധ്യാനിക്കുന്ന വചനം ഇബ്രായ ലേഖനം 11-ാം അധ്യായമാണ്. ഇബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24 മുതൽ ഉള്ള വാക്യങ്ങൾ 26 വരെ നമ്മൾ ഒന്ന് ധ്യാനിക്കാൻ പോവുകയാണ്. ലഭിച്ച സമയത്തിനകത്ത് തന്നെ ചില ചിന്തകൾ മാത്രം ഒന്ന് ഓടിച്ചു പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗങ്ങളായതുകൊണ്ടും ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിച്ചു കേൾപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24, 25, 26 വാക്യങ്ങൾ. വിശ്വാസത്താൽ
മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം ഒരാവർത്തിയെങ്കിലും വായിച്ചിട്ടില്ലാത്ത ആരും തന്നെ ഈ യോഗത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ സവിസ്തരമായ വിശദീകരണ വിഷയം എന്ന് പറയുന്നത് വിശ്വാസമാണ്. വിശ്വാസം 2026 പ്രാരംഭ ദിവസത്തിൽ പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകാനുള്ള ചില ചിന്തകളും ദൂതുകളും അത് വിശ്വാസത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. വിശ്വാസം എന്നാൽ എന്ത് എന്ന ഒരു ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞും കൊണ്ടാണ് എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം പൗലോസ് വിശദീകരിച്ചിട്ടുള്ളത്. ആ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം എന്നതോ, വിശ്വാസം എന്നതോ. വിശ്വാസം എന്നാൽ എന്ത് എന്നൊരു ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ആ ഭാഗം ആരംഭിച്ചത്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. അടുത്ത വാക്ക് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അങ്ങനെ ഒന്നാം വാക്യം അവിടെ അവസാനിച്ചു. പക്ഷെ രണ്ടാം വാക്യം കൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് ആ വാക്യം ആ വാക്യത്തിൽ പൂർണ്ണമാകുന്നത്. വാക്യം എങ്ങനെയാണ്? അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഏതിനാൽ ആണ് പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് എന്നൊരു ചോദ്യം അവിടെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഏതിനാലാണ് പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് എന്ന ചോദ്യത്തിന്റെ മറുപടി ആ വാക്യത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത് വിശ്വാസത്താലാണ് എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ആ ഭാഗത്ത് മനസ്സിലാക്കി തരികയാണ്. വിശ്വാസത്താൽ. എന്താണ് വിശ്വാസം എന്ന ചോദ്യത്തിന്റെ മറുപടി പൗലോസ് 2 വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. ഉറപ്പെന്ന് കേട്ടിട്ടുണ്ടോ? ഉറപ്പ് കേട്ടിട്ടുണ്ടോ? കേൾക്കാത്ത മലയാളികളും ഉണ്ടല്ലോ. ഉറപ്പെന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ ചോദിക്കത്തില്ലേ ഉറപ്പായിട്ടാണോ എന്ന് ചോദിക്കത്തില്ലേ? ഉറപ്പാണോ എന്ന് ചോദിക്കില്ലേ? ഉറപ്പാണോ എന്ന് ചോദിക്കില്ലേ? കേട്ടിട്ടില്ലേ? നിങ്ങൾ അനങ്ങത്തില്ലേ? തലേകിലോ നാട്ട്. ഓ, നമ്മൾ ചോദിക്കില്ലേ ഉറപ്പാണോ എന്ന് ചോദിക്കില്ലേ? ഉറപ്പാണോ? അപ്പൊ ഉറപ്പെന്ന വാക്ക് മറക്കരുത്. ഉറപ്പ്. അടുത്ത വാക്കാണ് നിശ്ചയം. നിശ്ചയം എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? നിശ്ചയത്തിന് പോയിട്ടുണ്ടോ? നാട്ടിലാണ് നടക്കുന്നതെങ്കിലും ഖത്തറിൽ നിന്ന് ചെല്ലുന്ന നിശ്ചയത്തിന് പോക്കളെ. നിശ്ചയം അല്ലേ? കേട്ടിട്ടുണ്ട് നമ്മൾ ആ വാക്ക് നിശ്ചയം. ഈ ഉറപ്പ് എന്ന വാക്കും നിശ്ചയം എന്ന വാക്കുമൊക്കെ എനിക്കിന്ന് രാത്രി ഇവിടെ നിന്നൊന്ന് വിശദീകരിക്കാൻ ആവേശമുണ്ടെങ്കിലും ഒരു 3-4 ദിവസമായിട്ട് എന്നെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ക്ലോക്ക്. 3-4 ദിവസത്തെ യോഗം കൂടിയിട്ട് ഒരു മാനസാന്തരപ്പെട്ടതുമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ
ആമേൻ. ഞാൻ വേഗം മുന്നോട്ടങ്ങ് പോകുക. ഈ രണ്ട് വാക്ക് നിങ്ങൾ മറക്കരുത്. ഉറപ്പെന്ന വാക്കും നിശ്ചയം എന്ന വാക്കും രണ്ടും വിലപ്പെട്ട വാക്കുകൾ തന്നെയാണ്. ഉറപ്പെന്ന വാക്കും നിശ്ചയം എന്ന വാക്കും വളരെ വിലപ്പെട്ട വാക്കുകൾ തന്നെയാണ്. വിശ്വാസം എന്നാൽ എന്തെന്ന ചോദ്യത്തിന് പൗലോസ് പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ദൈവത്തിന് സ്തോത്രം. അതിനാലാണ് പൂർവന്മാർക്ക് സാക്ഷ്യം കിട്ടിയത്. ഏതിനാൽ? വിശ്വാസത്താൽ. വിശ്വാസത്താലാണ് പൂർവന്മാർ ജീവിച്ചതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സ്തോത്രം പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് സഞ്ചരിച്ചവർ എത്തേണ്ട സ്ഥലത്ത് കൃത്യസമയത്തെത്തി. അതിന്റെ പേരാ ഉറപ്പ്. ശിവന്റെ രക്തം ചെയ്യും. കാണാനായിട്ടൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. കയ്യോളം ഒരു മേഘമേ ഉള്ളൂ കാണാൻ. പക്ഷേ അവര് നിശ്ചയമായിട്ട് പറഞ്ഞു വലിയ മഴയുടെ മുഴക്കമുണ്ടെന്ന്. ശിവന്റെ രക്തം ചെയ്യാം. ഞാൻ ഈ ആരാധനയിൽ വന്ന് സമ്മേളിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് രാത്രി നൽകുന്ന ഒരു ദൈവശബ്ദം, 2025 നിങ്ങൾ യാത്ര ചെയ്തതിനേക്കാൾ ഒരു പടിയും കൂടെ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ മുൻപോട്ട് സഞ്ചരിക്കാൻ തുടങ്ങുന്നത് എങ്കിൽ നിങ്ങൾ പരാജയപ്പെടുകയില്ല. നിങ്ങളെ പരാജയപ്പെടുത്താൻ അലറി അടുക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ലജ്ജിച്ച് തലകുനിച്ച് വഴിമാറും. നിനക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്യും. ശിവന്റെ രക്തം ചെയ്യും. എനിക്ക് ആ ഭാഗം അത്ര വിശദീകരിക്കാനുള്ള സമയമേ ഇന്ന് രാത്രി പറ്റൂ. ഇനി എബ്രായ ലേഖനം, എനിക്ക് സത്യത്തിൽ ഈ എബ്രായ ലേഖനം 1 മുതലുള്ള അധ്യായങ്ങൾ വിശദീകരിക്കാൻ ആവേശമുണ്ടെങ്കിലും ഇന്ന് രാത്രി 11ാമത്തെ അധ്യായത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രം ചില ചിന്തകളൊന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. എബ്രായ ലേഖനം 11ാം അധ്യായത്തിന്റെ അകത്ത് 3 വിഷയങ്ങളെ വിശദീകരിച്ചു കൊണ്ടാണ് പൗലോസ് ഈ അധ്യായം എഴുതുന്നത്. ഞാൻ പറഞ്ഞു, ഇത് വിശ്വാസത്തിന്റെ അധ്യായമാണ്. വിശ്വാസം. ഞാൻ ദൈവമക്കളോട് പറയാം, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ സമയം കളയാതെ ഒരു ഒറ്റ കാര്യം പറയാം. കണ്ണും പൂട്ടി വിശ്വസിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ കാണും. അത്ഭുതങ്ങൾ കാണും. ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു നിങ്ങൾ കരം ഉയർത്തിപ്പിടിച്ചൊരു നല്ല ആമീൻ പറയുമെന്ന്. യേശുവിന്റെ രക്തം ചെയ്യാം. കണ്ണും അടച്ചു വിശ്വസിച്ചാൽ 2026 ആമീൻ ജീവിതത്തില് പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വാസത്താൽ പാദം വെക്കാൻ സഭ റെഡിയാണോ? വിശ്വാസത്താൽ കാൽ ചുവടുകൾ വെക്കാൻ എന്റെ പ്രിയപ്പെട്ടവർക്ക് തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്ന സ്ഥലങ്ങൾ എന്റെ ദൈവം നിനക്ക് വേണ്ടി തുറന്നിടാൻ പോകുകയാണ്. സ്വർഗം നിനക്ക് വേണ്ടി ചില വാതിലുകളെ തുറക്കും, ചില വഴികളെ തുറന്നിടും. ശിവന്റെ രക്തത്താൽ ചെയ്യും. 3 വിഷയങ്ങളെ വിശദീകരിച്ചുകൊണ്ടാണ് എബ്രായ ലേഖനം പൂർത്തീകരിച്ചത്. എബ്രായ ലേഖനം 11ാം അധ്യായം. 1ാമത്തെ വിഷയം വിശ്വാസ വീരന്മാരുടെ പട്ടിക എഴുതിക്കൊണ്ടാണ്. വിശ്വാസ വീരന്മാരുടെ പട്ടിക എഴുതിക്കൊണ്ടാണ് 1ാമത്തെ ഭാഗം പരിശുദ്ധാത്മാവ് അടിവരച്ച് കുത്തിട്ടിരിക്കുന്നത്. എബ്രായ ലേഖനം 11ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് പഠിച്ചു നോക്കുമ്പം, ഇങ്ങോട്ട് നോക്ക, അവിടെ നമുക്ക് നേരെയില്ല, എൻ്റെ കൂടെ കുനിഞ്ഞിരിക്കരുത്. 4 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് പഠിച്ചു വരുമ്പം വിശ്വാസത്താൽ ഹാബേലിൽ ആരംഭിച്ച് 32ാമത്തെ വാക്യത്തിൽ ശമൂവേലിൽ കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവ് അവസാനിപ്പിച്ചു വിശ്വാസ വീരന്മാരുടെ പട്ടിക. വിശ്വാസത്താൽ ഹാബേൽ, വിശ്വാസത്താൽ ഹാനോക്ക്, വിശ്വാസത്താൽ നോഹ, വിശ്വാസത്താൽ അബ്രഹാം,
വിശ്വാസത്താൽ സാറായി, വിശ്വാസത്താൽ ഇസ്ഹാക്ക്, വിശ്വാസത്താൽ യാക്കോബ്, ആമേൻ, വിശ്വാസത്താൽ യോസഫ്, വിശ്വാസത്താൽ മോശ. ആമേൻ. 31 വാക്യത്തിലെത്തുമ്പം വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ. ദൈവത്തിന് സ്തോത്രം. 32 വാക്യം പഠിക്കുമ്പം ആമേൻ, ഇബ്താഹെന്നും ശിംശോനെന്നും ബാരാക്കെന്നും ദാവീദെന്നും ശമൂവേലെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അതിന് വരയിട്ടിരിക്കുന്നത്. വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഇവരെല്ലാം ജീവിച്ചത് അവരുടെ കഴിവ് കൊണ്ടല്ല, വിശ്വാസത്താലാ ജീവിച്ചത്. ഞാൻ ഈ ദൈവമക്കളോട് പറയാൻ കിട്ടും, നമ്മള് ഇവിടെ ആരോ സാക്ഷ്യം പറഞ്ഞപ്പോ ഞാൻ ആ സാക്ഷ്യം ഒത്തിരി സന്തോഷത്തോടെ ശ്രദ്ധിച്ചു. സത്യത്തിൽ ഒരു ഞരമ്പെടഞ്ഞാ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ഈ ആരോഗ്യം. എന്നിട്ട് പോലും വാതുറന്ന് സ്വോത്രം പറയാത്ത പെന്തിക്കോസുകാരെ കാണുമ്പം എനിക്ക് ലജ്ജ തോന്നുക പ്രിയരെ. എടാ, ഒരു ഞരമ്പെടഞ്ഞാ തീരാവുന്നതേ ഉള്ളെന്ന് നമ്മള്. ശരിക്കും പറഞ്ഞാൽ ഒന്ന് അനങ്ങണമെങ്കിൽ സ്വർഗം അനുവദിക്കണമെന്ന്, ഒന്ന് തിരിയണമെങ്കിൽ സ്വർഗം അനുവദിക്കണം, ഒന്ന് നടക്കണമെങ്കിൽ ദൈവം അനുവദിക്കണം. ഇന്ന് രാത്രി ദൈവം അനുവദിച്ച് ഇവിടെ വരെ എത്താൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ ദൈവം അനുവദിച്ച. ഞാൻ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാം, മക്കളെ, നിങ്ങൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ടല്ല, ദൈവം നിങ്ങളുടെ ബുദ്ധി വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയത്. അതെ, ഒരു സംശയം വേണ്ട. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കായബലം കൊണ്ടല്ലെന്ന്, നമ്മുടെ കാര്യപ്രാപ്തി കൊണ്ടല്ല, നമുക്ക് നന്നായിട്ട് അങ്ങ് ഡ്രൈവ് ചെയ്യാൻ അറിയാവുന്നത് കൊണ്ടല്ല, സ്വർഗം നമ്മുടെ സ്റ്റിയറിംഗെ പിടിച്ചത് കൊണ്ട്, അപകടങ്ങളെ മാറ്റിമറിച്ചത് കൊണ്ട്, ഈ പട്ടണത്തിൽ നീ റോഡിനോട് അരഞ്ഞു ചേരാഞ്ഞത് അരഞ്ഞ ദൈവത്തിന്റെ കൃപയാണെന്ന് എത്ര അലറി ദൈവത്തെ സ്തുതിച്ചാ പറ്റും പറയാൻ. യേശുവിന്റെ രക്തം ചെയ്യും. ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു മരണവാർത്ത എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആ മരണവാർത്ത കേട്ടപ്പോൾ എനിക്ക് ഇരുന്ന സ്ഥലത്തൊന്നും എഴുന്നേക്കാൻ തോന്നിയില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മരണമാണ്. മരണകാരണം അന്വേഷിച്ചപ്പം ആമേൻ, ഉരുട്ടി കഴിക്കാൻ വായിലേക്ക് വച്ചത് കഴിച്ചോണ്ടിരിക്കുമ്പോ ആള് പുറകോട്ട് പോയി. അതിന്റെ കാരണം ഒരു ചോറ് ശ്വാസകോശത്തിലൂടെ കയറിപ്പോയെന്ന്. എന്റെ പൊന്നു പ്രിയരെ, എത്ര ചോറ് നമ്മളറിയാതെ ശ്വാസകോശത്തിലൂടെ കയറിപ്പോയിട്ടുണ്ടാകും. അവിടുന്ന് മരണത്തിന് വിട്ടുകൊടുക്കാതെ, നിന്റെ ശ്വാസം നിലയ്ക്കാതെ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് ആരോഗ്യമുള്ളവരെല്ലാം കരമൊന്ന് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് കരമൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, ശബ്ദമൊന്ന് ഉയർത്തിപ്പിടിച്ച്, ആധരമൊന്ന് തുറന്ന്, നടത്തിയ വിധങ്ങൾ ഓർത്താൽ അകതാരിൽ ആവേശമുള്ളവർ ആധരം തുറന്ന്, ഓ യേശുവിന്റെ രക്തം ജയം. ഓ റമനഹന്തൽ കമനഹ ചസ്മനദിയ ഉഡലമനഹ തുഷ്മേറിയാം തലമനയാംസേ ഓ റബഹൽ മസതനി ഹോലയസേതനെ. വിശ്വസിക്കുന്നവർ അധരം തുറക്കുക, ശബ്ദമൊക്കെ ഉയർത്തി. Oh, Jesus. Larama Santara Babasia. നടത്തിയത് ഓർത്താൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്താൽ യാത്ര ചെയ്ത ഒരു കൂട്ടം.
ഈ രണ്ടാം ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ഒന്നാം ഭാഗം വിശ്വാസ വീരന്മാരുടെ പട്ടികയാണെങ്കിൽ, രണ്ടാമത്തെ ഭാഗം വിശ്വാസത്താൽ അവരെന്തൊക്കെ ചെയ്തു എന്നതാണ്. വിശ്വാസത്താൽ അവർ എന്തൊക്കെ ചെയ്തു എന്ന് പരിശുദ്ധാത്മാവ് 11-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങളിൽ ഏതാണ്ട് 35-ാമത്തെ വാക്യത്തിന്റെ 1-ാമത്തെ ഭാഗം വരെ ആത്മാവ് നിയോഗിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എങ്ങനെ സ്തോത്രം പറയുമെന്നൊന്നും എനിക്കറിയത്തില്ല. വിശ്വാസത്താൽ അവർ തീയുടെ ബലം കെടുത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ദൈവത്തിന് സ്തോത്രം പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തീയുടെ ബലം കെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ സിംഹങ്ങൾ വായടക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വാളുകൾ തെറ്റി ഒഴിയാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്റെ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ഈ ആലയത്തിനകത്ത് ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അസാധാരണമായൊരു ദൈവ സാന്നിധ്യം ഞാൻ ഇതിനകത്ത് വല്ലാതെ അനുഭവിക്കുകയാണ്. അതെത്ര പേര് അനുഭവിക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ആവേശമകത്തുള്ളവർ അധരം തുറന്ന് ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ ഇന്ന് രാത്രി വിശ്വാസത്താൽ ചില ഡോറുകൾ ഓപ്പൺ ആകുകയാണ്. ഓ ശബല വൈകബ യേശുവിന്റെ രക്തം ചെയ്യമെടുക്കുന്നു. വിശ്വാസത്താൽ നീ മുൻപോട്ട് യാത്ര ചെയ്യ. വിശ്വാസത്താൽ കാലുവെക്ക. ഞാൻ പറയുന്നു, വിശ്വാസത്താൽ നിങ്ങൾ മുൻപോട്ട് പോയാൽ നിങ്ങളുടെ മുൻപിലെ പ്രശ്നം നിങ്ങളുടെ മുൻപിൽ അത് തകർന്ന് തരിപ്പണമാകാൻ പോകുകയാണ്. വിശ്വാസത്താൽ പാദം വയ്ക്കുന്ന ഒരു ദൈവമൈതലിന് വേണ്ടി ചിലതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ ഉടഞ്ഞു വീഴാൻ പോകുകയാണ്. വിശ്വാസത്താൽ ഞാൻ ഇന്ന് രാത്രി ഇവിടെ ശുശ്രൂഷിക്കുമ്പം വിശദീകരണത്തിന് നേരമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊന്ന് ആമേൻ ഓടിച്ച് സ്തോത്രം ചെയ്ത് പറയുകയാണ്. ഞാൻ ഇന്ന് രാത്രി ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചിലതൊക്കെ സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചാലും എനിക്കത് വിഷയമല്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചിലതൊക്കെ നടക്കും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചില വാതിലുകൾ തുറന്നു വരും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആമേൻ രാജ്യങ്ങൾ അവരുടെ മുമ്പിൽ കീഴടങ്ങും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. രണ്ടാമത്തെ ഭാഗം വിശ്വാസത്താൽ അവരെന്തൊക്കെ ചെയ്തു എന്നതാണ്. ഞാൻ ഇന്ന് രാത്രി എന്റെ കേൾവിക്കാരായ ദൈവമക്കളോട് പറയുന്നു, നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ വീട്ടിൽ പോയി ഒന്നുകൂടെ ഒന്ന് ബെരോവയിലെ വിശ്വാസികളെ പോലെ ഒന്ന് ധ്യാനിച്ചാൽ അത് ഏറ്റവും പ്രയോജനപ്പെടാൻ സാധ്യത നിങ്ങൾക്കുണ്ട്. അതിന്റെ മൂന്നാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. മൂന്നാം ഭാഗത്തിന്റെ പ്രത്യേകത ഈ 35-ാമത്തെ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം മുതൽ ഏതാണ്ട് 38-ാമത്തെ വാക്യം വരെ പഠിക്കുമ്പോൾ സത്യത്തിൽ 1000 പ്രാവശ്യമല്ല ഞാൻ ആ വാക്യങ്ങൾ വായിച്ചിട്ടുള്ളത്. അപ്പോഴെല്ലാം എൻ്റെ കണ്ണ് നനയിച്ചുകൊണ്ടാണ് ആ വാക്യങ്ങൾ എനിക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിന്റെ കാരണം എന്തെന്നറിയാവോ? ഈ മൂന്നാം ഭാഗത്തെ വിശദീകരിച്ചാൽ
ഈ ലോകവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു കൂട്ടർ. ആ 38-ാമത്തെ വാക്യം ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്ന വാക്കാണ്. ഈ ലോകം അവർക്ക്, ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു കൂട്ടം ദൈവമക്കൾ. അവരും ദൈവത്തിന് വേണ്ടി നിന്നവരാണ്, ദൈവമുഖം അന്വേഷിച്ചവരാണ്, ദൈവ പ്രവർത്തികളെ കണ്ടവരാണ്. ഇന്നലകളിൽ അവർ ദൈവപ്രവൃത്തി അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 35-ാമത്തെ വാക്യം മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ അവിടെ എഴുതിയ മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. രക്തം ചെയ്യാം. ഇനി നിങ്ങൾ 36-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോ. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക്, എന്നിട്ടും അവർ ലോകവുമായിട്ട് കോംപ്രമൈസ് ചെയ്തില്ല. വീട്ടിലല്ല കിടക്കുന്നത്, കാട്ടിലാ കിടക്കുന്നത്. ലോകം അവർക്കെതിര്, വെല്ലുവിളികളാ മുൻപിൽ നിൽക്കുന്നത്. കാടുകളിലും മലകളിലും ഗുഹകളിലും ഗൗഹരങ്ങളിലും കയറിപ്പോകേണ്ട ഗതികേടാ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അവർ ആരാധിച്ചവന്റെ മുഖത്തുനിന്ന് കണ്ണെടുത്തില്ല. അവരാരെ സ്തുതിച്ചോ, അവരാർക്ക് വേണ്ടിയാണോ നിന്ന അനുഭവിച്ചത്, ആർക്ക് വേണ്ടിയാണോ പരിഹാസിക്കപ്പെട്ടത്, അപഹാസ്യരായത്, അപമാനവും കഷ്ടവും ദുഃഖവും വേദനയും നെടുവീർപ്പും ഒക്കെ അടിക്കടി അവർ അനുഭവിക്കുമ്പോഴും അവര് പറയുക, ലോകക്കാർക്ക് ഞങ്ങൾ അപമാനമാണെങ്കിലും ഞങ്ങളെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. കുഞ്ഞെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചിച്ചു പറയുകയാണ്. നീ തല കുനിച്ചു നിന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ, അപമാനിക്കപ്പെട്ട ചില സ്ഥലങ്ങളുണ്ടല്ലോ, ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളില്ലേ, നിന്നെ താട്ടി മാറ്റിയേച്ച് ചിലരൊക്കെ മുൻപോട്ട് കുതിച്ചു പോയത് നീ കണ്ടില്ലേ? യേശുവിന്റെ രക്തം ചെയ്യാം. നീ ഒരു പടക്കുതിരയെ പോലെ ഒരുങ്ങി നിന്നിട്ടും നിന്റെ കയ്യിൽ വന്ന് പെട്ടത് പലതും ദൈവത്തിന് സ്തോത്രം നഷ്ടത്തിന്റെ കണക്കുകളാണ്, വേദനയുടെ കണക്കുകളാണ്. അതിന്റെ നടുവിലും പതറാതെ നിർത്തിയത് ദൈവത്തിന്റെ കൃപയാണെങ്കിൽ ആ ദൈവരാജ്യത്തിന് വേണ്ടി, ആ ദൈവത്തിന് വേണ്ടി, ആ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് പ്രാർത്ഥന മുറുകെ പിടിച്ചുകൊണ്ട് മുഴങ്കാലും അടക്കുന്നത് മറക്കാതെ പ്രാർത്ഥന മുറിക്കകത്ത് മുട്ടുകുത്തി സ്തോത്രം ചെയ്ത് ആമേൻ പിടിച്ചു വാങ്ങിക്കാനുള്ള ധൈര്യത്തോടെ ദൈവമുഖം അന്വേഷിച്ച് ദൈവത്തിന്റെ പാദവിടെ അണയുന്ന ദൈവത്തിന്റെ പൈതലെ ഇന്ന് വിടുതൽ കിട്ടിയില്ലെങ്കിലും അടുത്ത ചില മണിക്കൂറുകൾ നിനക്ക് വേണ്ടിയുള്ള മണിക്കൂറുകളാണ്. അടുത്ത ചില മണിക്കൂറുകൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വാതിലുകൾ തുറക്കപ്പെടുന്ന ദിവസങ്ങളാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ട്? പരിശുദ്ധാത്മാവ് അവരോട് ആട്ടി വരച്ചിടപെടുകയാണ്. എനിക്ക് വാക്യങ്ങൾ നിന്ന് വിശദീകരിക്കാൻ ആവേശമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ 35-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം വായിച്ചിട്ടുണ്ടല്ലോ അല്ലെ? സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ
ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചേ, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. രണ്ടാം ഭാഗം മറ്റു ചിലർ. അപ്പം ഒരു സഭയിൽ, ശ്രദ്ധിച്ചു കേൾക്കണം, ഒരു സഭയിൽ തന്നെ രണ്ടു കൂട്ടരാ. ഒരു കൂട്ടർക്ക് തിരിച്ചു കിട്ടി. മരിച്ചു മരവിച്ച് കിടന്നവർ, വിശ്വസിച്ചവർക്ക് പ്രതീക്ഷ നൽകിക്കൊണ്ട് അവർ എഴുന്നേറ്റ് വന്നെന്ന്. അപ്പോഴും മറ്റു ചിലർ അവിടെ നിൽപ്പുണ്ട്. ഞാനൊരു സഭയുടെ രണ്ടാളുകളെ പരിചയപ്പെടുത്താം. ഒരു സഭയിലെ രണ്ടാളുകൾ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഈ ആക്സ് 12 വായിച്ചിട്ടുണ്ടല്ലോ, ധാരാളം ആവർത്തി. നമ്മൾ എത്രയോ പ്രസംഗിച്ചിട്ടുണ്ട്. അതൊരു സഭയുടെ ദൃശ്യമാണ്, സഭയ്ക്കകത്തെ ദൃശ്യമാണ്. ഒരു സഭയിൽ രണ്ട് കൂട്ടരാണ്. ഒന്നാമത്തെ കൂട്ടരുടെ പ്രത്യേകത, വിടുതൽ കിട്ടിയ പത്രോസിന്റെ കുടുംബക്കാരും കൂട്ടരും. പത്രോസിന്റെ വിടുതൽ ആഘോഷിക്കാൻ, പടക്കം പൊട്ടിക്കാൻ നിൽക്കുന്ന കുടുംബം. മറ്റൊരു കുടുംബം ഉണ്ട് അവിടെ. യാക്കോബിന്റെ മരണത്തിൽ വ്യസനത്തോടെ കണ്ണുനീരോടിരിക്കുന്ന ഒരു കുടുംബം. എല്ലാ സഭയിലും ഉണ്ട് രണ്ട് ഗ്രൂപ്പ്. ദൈവത്തിന് സ്തോത്രം. ഒരു ഭാഗത്ത് വിടുതൽ ലഭിച്ചവർ, മറുഭാഗത്ത് വിടുതൽ ലഭിക്കാത്തവർ. ഞാൻ ഈ വിടുതൽ ലഭിച്ചവരോടൊരു കാര്യം പറയാം. നിന്റെ കഴിവ് കൊണ്ട് കിട്ടിയതല്ലെന്ന് നിനക്ക് ആ എക്സാമിന്റെ റിസൾട്ട്. ആ റിസൾട്ട് കിട്ടാത്തവനെ നോക്കി നീ ഇളിച്ച് കാണിക്കരുത്. ഐ എം സോറി. നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ആ എക്സാമിന്റെ റിസൾട്ട് വന്നപ്പം ഒരുത്തൻ ജയിച്ചു, ഒരുത്തൻ ജയിച്ചില്ല. ജയിച്ചവൻ ജയിക്കാത്തവന് നോക്കി കഷ്ടപ്പെട്ടതുകൊണ്ട് കിട്ടിയത്. നോ, നിനക്ക് എന്നാ ബുദ്ധിയുണ്ട്? നിന്റെ ബുദ്ധി ഒന്ന് തിരിച്ചു വിട്ടിരുന്നെങ്കിൽ, എന്റെ ദൈവം അത് ചെയ്യാതിരുന്നത് എന്താണെന്നറിയാവോ? ഇന്നലകളിൽ നീ തല കുനിച്ചിടത്തൊക്കെ തല കുഴിയേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് എന്റെ ദൈവം നിന്റെ തലയെ ഉയർത്തുകയാണ്. അതേ സഭയിൽ തല കുനിച്ചു നിൽക്കുക ഒരാള്. ഈ രണ്ട് ഗ്രൂപ്പ് സഭയിലുണ്ട്. ഞാൻ ഇന്ന് രാത്രി ദൈവമക്കളോട്, സഭയുടെ ഉത്തരവാദിത്തം എന്നാണെന്നറിയോ? വീണ് പോകാൻ സാധ്യതയുള്ളവനെ ചേർത്ത് പിടിക്കുന്നതാ സഭയുടെ ഉത്തരവാദിത്തം. പണക്കാരൻ ഒരു സഭ, പാവപ്പെട്ടവനൊരു സഭ, നല്ല മുന്തിയനം കാറേ വരുന്നവന്റെ സഭ, നടന്നു വരുന്നതിന് വേറൊരു സഭ. ഈ നടന്നു വരുന്നതിന്റെ ബുദ്ധിമുട്ട് നടന്നു വരുന്നവർക്കേ അറിയത്തുള്ളൂ. ഞാൻ 5 പ്രാവശ്യം അണച്ചിട്ടാണ് ഇവിടെ കയറിയത്. സ്തോത്രം. രാവിലെ 9 മണിക്ക് തുടങ്ങിയ പണിയെ ഞാൻ ഇന്ന്. എന്നിട്ടൊരു സ്തോത്രം പറയാത്ത പെന്തിക്കോസുകാരെ കാണുമ്പോഴാണ്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ പണിയാ ഞാൻ. സ്തോത്രം. ഇന്നലെ വരെ ഞാൻ ഈ കോമ്പൗണ്ടിനകത്ത് കാറേ വന്നതേ. ഇന്ന് കോമ്പൗണ്ടിനകത്ത് വരാൻ പറ്റില്ല, അവരെ കൊണ്ട് പുറത്ത് വിട്ടേച്ച് പോയി. നടന്നെന്റെ ഊപ്പാട് വന്നേ. നടക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പാർക്കിംഗ് എവിടെ കിട്ടുന്നെന്ന് ആർക്കറിയാം? എവിടെ കിട്ടുന്ന അവിടെ ഇട്ടേച്ച് നടക്കണം. ഇങ്ങോട്ട് ഒരു ആരാധിക്കാൻ വരിക. ചിലപ്പോ ആശീർവാദത്തിന് മുമ്പായിരിക്കും ഇവിടെ എത്താൻ പറ്റുന്നത്. എന്നാലും സാരമില്ല, വരികല്ലേ. ഞാൻ ദൈവമക്കളോട് പറയാം, ഇങ്ങനെയുള്ള സകലമാന ചിന്തകളും ഡോറിന് പുറത്തിട്ടേച്ച് അകത്ത് കയറാവൂ. നിനക്ക് ഡോക്ടറേറ്റ് ഉണ്ടെങ്കിൽ പൊതിഞ്ഞു കെട്ടി പോക്കറ്റ് വെച്ചേക്കണം. പള്ളിക്കകത്ത് കയറിയാൽ അതില്ല. പള്ളി 26-ലെങ്കിലും പെന്തിക്കോസുകാരൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ഞാൻ വലുതും നീ വലുതും നീ ചെറുതും ഞാൻ വലുത്, ഇങ്ങനെ പറഞ്ഞു പോകാനാ നമ്മുടെ പദ്ധതിയെങ്കിൽ പള്ളിക്കകത്തിൽ ആള് വരികയില്ല. പള്ളി ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലമാണ്. പോരാ, ശബ്ദമുയർത്തിയ രാമൻ പറയ, ഇത് ദൈവത്തെ ആരാധിക്കാനുള്ള ഇടമാണ്. പൊസിഷനൊക്കെ നിന്റെ ഓഫീസിൽ ചെയ്തോണം.
ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോ മുട്ട നിന്ന് ദൈവത്തെ സ്തുതിച്ചോണം. മുട്ടുകുത്തി ആമേൻ ചൊറി വന്ന ഇയ്യോബിന് നിലത്ത് കിടന്ന് ഉരുളാമെങ്കിൽ ആരോഗ്യം തന്ന ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് സ്തോത്രം പറയുന്നതിന് എന്നാ കുഴപ്പം? ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ പറയുന്നു, സഭയുടെ ഉത്തരവാദിത്വം മറന്നേച്ച് സഭ ജീവിക്കരുത്. സഭയുടെ ഉത്തരവാദിത്വം മറന്ന് സഭ മുൻപോട്ട് പോകരുത്. സഭയുടെ ഉത്തരവാദിത്വം ഈ ദിവസങ്ങളിൽ ചേർത്തു പിടിക്കേണ്ടവനെ ചേർത്തു പിടിച്ച്, അവൻ ചേർത്തു നിർത്തേണ്ടവനെ ചേർത്തു നിർത്തി, അവൻ ആശ്വസിപ്പിക്കേണ്ടവനെ ആശ്വസിപ്പിച്ച്, ബലപ്പെടുത്തേണ്ടവനെ ബലപ്പെടുത്തി. സഭ പറയണം, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. ഞാൻ ദൈവത്തോട് പറയാം, സഭ പ്രാർത്ഥിച്ചാൽ അഴിയാത്ത ഒരു ബന്ധനോ ഇല്ലെന്ന്. നിങ്ങൾ ഒരിടത്തുനിന്ന് ഒരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുവരണ്ട. സഭ ഒരുമിച്ച് ഇവിടെ യുദ്ധം നടത്തിയാൽ അഴിയാത്ത ഒരു കെട്ടും ഇല്ലെന്ന്. യേശുവിന്റെ നാമത്തിൽ ഞാനിന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, ഒരു സഭയിൽ രണ്ട് കാര്യം നടക്കുക. പത്രോസിന്റെ ഭാര്യ എഴുന്നേറ്റൊരു പാട്ടൊക്കെ പാടിയായിരിക്കും മിക്കവാറും സാക്ഷ്യം പറഞ്ഞത്. ഇവിടുന്ന് പാടാൻ കോശിപ്പാസ്റ്റർ അവസരം കൊടുത്തിരുന്നെങ്കിൽ ഇന്നിവിടെ പാട്ടിന്റെ പെരുന്നാളായിരുന്നേനെ. കാരണം പാട്ടുമായിട്ട് വന്നേക്കാം. സിയോൻ ഗീതാവിൽ മുഴുവൻ കാണാതെ പഠിച്ചു വന്നേക്ക്. ഇന്ന് പാടി പൊളിക്കണമെന്ന് പറഞ്ഞാ വന്നേ. അപ്പോഴാ ഗസ്റ്റ്. അപ്പൊ കുളമായി. പാസ്റ്റർ പ്രത്യേകിച്ച് പറഞ്ഞു, ഇന്ന് പാടരുത്. കേരളത്തിലൊക്കെ ഒരു ഗുണമുണ്ട്, ഇന്ന് പാടരുതെന്ന് പറഞ്ഞാൽ അന്നാ പാട്ട്. ഇവിടെ ഏതായാലും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആരും ദൈവത്തിന്റെ കുറവുണ്ട് പാടിയില്ല. സ്തോത്രം. പത്രോസിന്റെ ഭാര്യ പാട്ട് പാടാൻ എഴുന്നേറ്റിരുന്നു. പാടി പുള്ളിക്കാരി. സ്തോത്രം. എത്ര നല്ലവൻ മതിയായവൻ പാടി. കാരണം ഞങ്ങളുടെ അച്ചായനെ ദൂതം പിടിവിച്ചെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അച്ചായനെ ദൂതം പിടിവിച്ചു. കാരണം ഒരു ജയിലിന്റെ ഗേറ്റ് തുറക്കണമെങ്കിൽ എന്തിനേറെ പറയുന്നേ, അതിന്റെ കുറ്റി എടുക്കുമ്പോ കിറോ 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 എന്ന ശബ്ദം കേട്ടാൽ മയങ്ങിയിരിക്കുന്ന ലവന്മാർ മുഴുവൻ എഴുന്നേക്കും. ഞാനും അതായി പറയുന്നത്, ഈ മയങ്ങിയിരിക്കുന്ന പെന്തിക്കോസുകാരനെ ഒന്ന് ഉണരണമെങ്കിൽ ചില കഥകിന്റെ കുറ്റിയെങ്കിലും ഒന്ന് അനക്കണം. മയക്കമൊക്കെ ഒന്ന് പോട്ടെ. മയങ്ങിയിരിക്കുന്ന ലവന്മാരെല്ലാം കൂടെ ചാടി എഴുന്നേക്കും കിറോ കിറോ എന്ന ശബ്ദം കേട്ടാൽ. അതുകൊണ്ട് ആ ദൂതൻ ഇടപെട്ടെ. എനിക്ക് ആ വചനമൊക്കെ ഇന്ന് വിശദീകരിക്കാൻ അങ്ങ് ആവേശം വന്നിട്ട് ദൂതൻ അങ്ങ് ഇടപെട്ടു. ഈ പത്രോസും ദൂതനോട് ചെല്ലുമ്പോ ഇതൊക്കെ സ്വതവേ തുറക്കുക. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ കൂടെ ഒരു ദൂതനോടുണ്ടെങ്കിൽ ചിലതൊക്കെ നിനക്ക് വേണ്ടി സ്വതവേ തുറക്കാൻ പോകുകയാണ്. പോരാ പ്രിയരെ, ശബ്ദമുയർത്തി നല്ല രാമേൻ പറയ. ഒരു ദൂതനും നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, വിശ്വസിക്കുന്നവരുണ്ടോ ഇന്ന് രാത്രിയിൽ ഇവിടെ? ഒരു ദൂതൻ നിനക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നീ കടക്കാൻ പറ്റാത്ത വാതിലിനകത്തൂടെ നീ അപ്പുറത്തിറങ്ങാൻ പോകുകയാണ്. ആമേൻ. അസാധ്യമായ ചില വാതിലുകൾ പത്രോസിന്റെ ഭാര്യ വിടുതലിന്റെ സാക്ഷ്യം പറഞ്ഞ് ചിരിക്കുമ്പം സഭയെല്ലാം കരമുയർത്തി ആമേൻ പറഞ്ഞു. യാക്കോബിന്റെ ഭാര്യ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയാൻ എഴുന്നേറ്റ് നിന്നു. ആമേൻ. വാളുകൊണ്ട് കൊല്ലപ്പെട്ട യാക്കോബിന്റെ ഭാര്യ, എന്റെ ഭാഷയല്ല കേട്ടോ, എഴുന്നേറ്റ് നിന്നപ്പം ഒരുപക്ഷെ സഭയിൽ പലരും കുനിഞ്ഞിരിക്കുകയായിരിക്കും. ആമേൻ. ചിലർ കരയായിരിക്കും. യാക്കോബ് ആരാന്നറിയാവോ? ഒരു പ്രാർത്ഥനാ മനുഷ്യൻ. ഈ പ്രാർത്ഥനക്കാരെ സഭയ്ക്കകത്തൊന്ന് ഇല്ലാതാക്കിയാൽ പിശാച് ജയിച്ചു. ഞാൻ ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം, പ്രാർത്ഥനക്കാരെ ഇല്ലാതാക്കാൻ വാളും പിടിച്ചു നിൽക്കുന്ന ഹെരോദാക്കന്മാരെ കണ്ടില്ലെന്ന്
സഭ നടിക്കരുത്. പ്രാർത്ഥിക്കുന്നവനെ തൊലയ്ക്കാൻ, ഓ ശബ്ദമുയർത്തി ആമേൻ പറയ, പ്രാർത്ഥിക്കുന്നവനെ തൊലയ്ക്കാൻ, നിന്റെ വീടിനകത്തെ പ്രാർത്ഥന മുടക്കാൻ, നിന്റെ വീട്ടിലെ നിയോഗമുള്ളവർ ഈ 2026 പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിച്ച് സ്തോത്രം ചെയ്തോണം. ഞാൻ ഈ ദിവസങ്ങളിൽ പറയുന്നു, ആമേൻ, നിങ്ങളും ഞാനും പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിച്ചാൽ, ഞാൻ പറയട്ടെ പ്രിയരെ, നിങ്ങൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാൻ നേരമില്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം, കാർ ഓടിക്കുമ്പോൾ വിഷയത്തിന് വേണ്ടി സ്തോത്രം ചെയ്തോണം. ഓ പോരാ, ശക്തിയോടെ ഹല്ലേലൂയ. നീ നിന്റെ ബെഡ്റൂമിൽ നിൽക്കുമ്പം, നിന്റെ കിച്ചണിൽ നിൽക്കുമ്പം, ആമേൻ, യേശുവിന്റെ നാമത്തിൽ എന്തിനേറെ പറയുന്നു, ഒന്ന് വിശ്രമിക്കാൻ കിടന്നാൽ ആ കിടക്കയിലും നിന്റെ ചുണ്ടനങ്ങിക്കൊണ്ടിരിക്കണം. അടുത്ത വർഷത്തെ ചില വിഷയത്തിന്റെ വിജയത്തിന് നിന്റെ ചുണ്ടനങ്ങിയാൽ പ്രാർത്ഥിക്കുന്നവനോടാണ് പിശാചിന് പോരാട്ടം. ഈ യോഗത്തിന് കീബോർഡ് വായിക്കുന്നവനോടൊന്നും സാത്താനും വലിയ പ്രശ്നമില്ല മക്കളെ. പിണങ്ങരുത് കേട്ടോ. യുനോ മലയാളം, യാ പ്രൈസ് ഗോഡ്. പിണങ്ങല്ലേ മോനെ, പോകാൻ നേരം ഒരു സ്വത്രം നിന്നിട്ട് പോണേടാ. താങ്ക് യു, നീ ഒരു നല്ല മോനല്ലേടാ. ആമേൻ. കീബോർഡ് വായിച്ച് സഭയെ സന്തോഷിപ്പിക്കുന്നവരോടൊന്നും സാത്താന് പോരാട്ടമില്ല. പിന്നെ കൈയടിക്കാത്തവനോട് പിന്നെ പോരാട്ടം വരുമോ? കയ്യടിക്കത്തില്ല, കണ്ണു അടയ്ക്കത്തില്ല, സ്വോത്രവും പറയത്തില്ല, ചുമ്മാ ചത്ത പോലെ വന്നിരുന്നേച്ച് പോകുന്നവനോട് സാത്താൻ ഇനി എന്നാ പോരാടാനാ? സാത്താൻ പറയുന്ന അവൻ നമ്മുടെ കമ്മിറ്റി മെമ്പറാണ്, അവൻ നമ്മുടെ കമ്മിറ്റി മെമ്പറാ. പക്ഷേ നല്ല അലറി ദൈവത്തെ സ്തുതിക്കുന്നവരോട് ചോദിക്കേ, എന്റെ പൊന്നു പാസ്റ്ററെ, ഇന്നലെ വിഷയത്തിന് വിടുതൽ കിട്ടുമെന്ന് വിചാരിച്ചു, ഇന്നലെ കിട്ടിയില്ല, ഇന്നും കിട്ടിയില്ല, നാളത്തെ കാര്യം എന്നാന്ന് ഒരു വിടുത്തോ ഇല്ല. പോരാടിക്കോ, വിഷയത്തിന്റെ വിജയം നിനക്കാ. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയാന്ന് പറ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുക, ഇതിനകത്തിരിക്കുന്ന ജയത്തിന്റെ പൈതല്, പ്രാർത്ഥിക്കുന്നവർ സഭയിൽ, പ്രാർത്ഥിക്കുന്നവർ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് വരുമ്പോൾ സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്നവർ ഇരുട്ടിന്റെ നോട്ടം പ്രാർത്ഥിക്കുന്നവന്റെ നേരെയാ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥന മുടക്കാൻ സാത്താൻ എന്തെങ്കിലും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, നിന്റെ പ്രാർത്ഥനാ മുറി സാത്താന് പ്രഹരമേൽക്കുന്ന സ്ഥലമാണ്. നിന്റെ പ്രാർത്ഥനാ മുറി സാത്താനെ പ്രഹരമേൽപ്പിക്കുന്നുണ്ട്. പോരാ, ശബ്ദമുയർത്തി ഒരു നല്ല ആമേൻ പറയാവോ? നിന്റെ പ്രാർത്ഥനാ മുറി പിശാചിനെ പ്രഹരമേൽപ്പിക്കുന്നുണ്ട്. നിന്റെ സ്തോത്രം സാത്താന് തല്ല് കിട്ടുന്നതാണ്. നിന്റെ ആരാധന പിശാചിനെ വിറപ്പിക്കുന്നതാണ്. നിന്റെ വിശുദ്ധി പിശാചിന് പേടിയാണ്. വേണമെങ്കിൽ പത്രോസിനെ ആദ്യം പിടിച്ചു കൊല്ലത്തില്ലായിരുന്നു. യാക്കോബിനെ പിടിച്ചു വാൾ കൊണ്ടുവന്നു, പ്രാർത്ഥിക്കുന്നവനെ കൊന്നു. എന്റെ ഭാഷ പറഞ്ഞാൽ, യാക്കോബിന്റെ ഭാര്യ സാക്ഷ്യം പറയുമ്പോൾ അവൾ പറഞ്ഞു കാണും, ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയുടെ വിളക്കായിരുന്നു ഞങ്ങളുടെ യാക്കോബച്ചായൻ. പ്രാർത്ഥനയുടെ വിളക്ക്. ഞാൻ ഇന്ന് രാത്രി ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ദിവസങ്ങളിൽ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം എനിക്ക് വേണം എന്നാഗ്രഹമുള്ള എത്ര പേരുണ്ട്? എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, പ്രസംഗിക്കുന്നതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. 4 വാക്ക് അറിയാമെങ്കിൽ പ്രസംഗമായി. പക്ഷേ
പ്രസംഗകനെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രസംഗകൻ തീയാകുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ഈ സഭയോട് 2026 പരിശുദ്ധാത്മാവിന് പറയാനുള്ള ഏറ്റവും വിലപ്പെട്ട ദൂത്, പ്രാർത്ഥിക്കുന്നവർ സഭയ്ക്കകത്ത് എഴുന്നേക്കണം. പ്രാർത്ഥിക്കുന്നവർ സഭയ്ക്കകത്ത് എഴുന്നേക്കണം. മക്കളെ, നിങ്ങളോട് ഞാൻ 5-6 മണിക്കൂർ പ്രാർത്ഥിക്കാനൊന്നും പറയുന്നില്ല. നിങ്ങൾ സ്റ്റുഡൻസ് ഒക്കെ ആണെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് കിടക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? എഴുന്നേൽക്കുന്നതിന് മുമ്പ്, എഴുന്നേറ്റ് കട്ടിലേലൊന്ന് ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങളെ പോലുള്ള പാസ്റ്റർമാർ നിന്നുകൊണ്ട് സടകൊടഞ്ഞെഴുന്നേക്കെന്ന് പറയുമ്പോൾ നിങ്ങൾ സടകൊടഞ്ഞെഴുന്നേറ്റങ്ങ് പോകരുത്. അവിടെ ആ കട്ടിലിന്റെ താഴെ ഇരിക്കുകയോ കട്ടിലിൽ ഇരിക്കുകയോ ചെയ്തേച്ച് ഒന്ന് സ്തോത്രം ചെയ്തേക്കണം മോളെ. നിന്നെ ആള് മാറിയവളാക്കാൻ നിന്റെ ആ കൊച്ചു പ്രാർത്ഥന കൊണ്ട് പറ്റും. മക്കളെ, നിങ്ങളുടെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ, നിങ്ങളുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ, നിങ്ങളെ ജീവനുള്ളവരാക്കാൻ, നിങ്ങളെ ശക്തിപ്പെടുത്താൻ, ഈ രാജ്യത്തിന്റെ വെല്ലുവിളികൾ നിങ്ങളെ തൊടാതിരിക്കാൻ പൈശാചിക മണ്ഡലങ്ങൾ നോട്ടം വച്ചിരിക്കുന്നത് ഇവിടുത്തെ സെക്രട്ടറിമാരെയും കമ്മിറ്റി മെമ്പർമാരെയും പാസ്റ്റർമാരെയും പ്രവാചകന്മാരെയും അല്ല. സാത്താൻ നോട്ടം വെച്ചിരിക്കുന്നത് ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനെയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അകത്താവേശമുള്ളവർ ആധരം തുറന്ന് ശബ്ദമുയർത്തി ഇവിടുത്തെ തലമുറയെ ഞാൻ ഇന്ന് രാത്രി എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ എക്സ്പീരിയൻസ്, ഒരു നിമിഷം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ മുമ്പിലെ കോട്ടകൾ ഇടിഞ്ഞു മാറിയിരിക്കും. ഞാൻ ഉറപ്പ് പറയുക, നിങ്ങളെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങളുടെ വിശുദ്ധി പോയാൽ, നിങ്ങളുടെ മേലുള്ള വിശുദ്ധി നഷ്ടപ്പെടുത്തിയാൽ സാത്താൻ ജയിച്ചു മക്കളെ. പക്ഷെ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവരുടെ ദൈവം വിശുദ്ധിക്കകത്ത് നിർത്താൻ പോവുക. ഇന്ന് രാത്രി ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കരങ്ങളൊന്ന് മലർത്തിപ്പിടിച്ച് 2021 പരിശുദ്ധാത്മാവിന് 2026 പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വിലപ്പെട്ട ദൂത് അതാണ്. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച്, കരങ്ങളൊക്കെ ഒന്ന് മലർത്തിപ്പിടിച്ച് മനസ്സ് തുറക്ക്. ഈ ആരാധനാലയത്തിനകത്തൊരു ഭയങ്കര ദൈവശക്തി വ്യാപരിക്കുന്നത് ഞാൻ പറയുന്നു. ഇന്ന് രാത്രി ദൈവദാസന്മാർ നിങ്ങളെ തൊട്ടാലും ഇല്ലെങ്കിലും ഇതിനകത്ത് കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയിരിക്കും. ഓ എല്ലാ കണ്ണുകളും അടച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങളും കണ്ണുകൾ അടയ്ക്കണം പ്ലീസ്. എല്ലാവരും കണ്ണടച്ചു മക്കളെ. പ്രാർത്ഥിക്കുക. നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് നിയോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊട്ട് പ്രാർത്ഥിക്കണം. ഈ 26 നിങ്ങളുടെ ജീവിതത്തിന്റെ വിടുതലിന്റെ വർഷമായിട്ട് മാറട്ടെ. ഓ എല്ലാവരും പ്രാർത്ഥിക്കുക. ശബ്ദമുണ്ടാക്കി പ്രാർത്ഥിക്കാൻ. എല്ലാവരും പ്രാർത്ഥിക്കാം. നിന്നെ കാണും ജനങ്ങൾക്കു
പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കും പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്കും പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കും പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ആദിയിൽ കൈമാറിയ അന്യമോ മധുരമന്ത്രി. ആദിയിൽ കൈമാറിയ അന്യമോ മധുരമന്ത്രി. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. ഓ നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിയോ. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിയോ. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. പരപരമേശ പരമരുളീശ നീയത്രേ രക്ഷാസ്ഥാനം. വിശ്വസിക്കുന്ന എത്ര പേർ ഇവിടെ ഉണ്ട്? ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ച ബന്ധനം അഴിയുമെന്ന്. പോരാ പോരാ, ശബ്ദമുയർത്തി. നിങ്ങൾ പ്രാർത്ഥിച്ച മക്കളെ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകും. നിങ്ങൾ പ്രാർത്ഥിച്ച ബന്ധനം അഴിയും. നിങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ പോകുകയാണ്. നിങ്ങളെ കർത്താവ് കരങ്ങളിൽ എടുക്കാൻ പോകുന്നു. 2026 സഭയ്ക്ക് വേണ്ടി ദൈവം ചിലരെ കരങ്ങളിൽ എടുക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് ശക്തിയോടെ പാട്ടുപാടി ഞാൻ ആനന്ദത്തോ